So guys, we have completed the look. We are going to the temple. നമ്മളിപ്പോൾ 6:30 ആയി. എല്ലാവരും കുളിച്ച് നമ്മളിപ്പോൾ അമ്പലത്തിൽ പോവാണ്. So this is the fit check. ഞാൻ അതിനെ കാണിച്ചു. അവൾ എൻ്റെ ചേച്ചീൻ്റെ മോളാണ്. അവളെ ഞാൻ ചെറുപ്പത്തിൽ ഞാനാണ് നോക്കുകയും കുളിപ്പിക്കുകയും ഒക്കെ ചെയ്തത്. അതുകൊണ്ടാണ് എന്നെ ആയി എന്നാണ് അവൾ വിളിക്കുക, ആയി. അങ്ങനെ ഞങ്ങളെ ഫാഷൻ പരേഡൊക്കെ കഴിഞ്ഞിട്ടോ. പിന്നെ ഞാനാണ് അതിന് മാച്ച് ചെയ്ത ബ്ലൗസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ തടി ഇച്ചിരി കൂടുന്നുണ്ട്, ബ്ലൗസൊന്നും പറ്റുന്നില്ല. അപ്പോൾ വേറെ ഏതോ ബ്ലൗസൊക്കെ വലിച്ച് കയറ്റി ഞങ്ങൾ ഇവിടെ നിന്നാണ് എല്ലാവരും എല്ലാം റെഡിയാക്കി തിരുനെല്ലി അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു. പിന്നെ അവിടുന്ന് തിരിച്ച് വരുന്ന വഴി മുളയരി പായസം ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ് വാങ്ങണം 30 രൂപ, ഒരു ബോട്ടിൽ വാങ്ങുകയാണെങ്കിൽ 120 രൂപ. അപ്പോൾ നമ്മൾ ഐഡിയാപരമായിട്ടൊരു ബോട്ടിൽ വാങ്ങി എല്ലാവരും എൻ്റെ ടേസ്റ്റൊക്കെ നോക്കി. വളരെ ടേസ്റ്റുള്ളൊരു മുളയരി പായസമായിരുന്നു കേട്ടോ. ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കണം എന്നല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇന്നാളെ ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളെ ഫാമിലിയിലെ ഒരു ലോങ് വീഡിയോ കാണാൻ ആഗ്രഹമുണ്ടെന്ന് കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേട്ടോ ഞാൻ ലോങ് വീഡിയോ ഇട്ടത്. പിന്നെ അവിടുന്ന് വരുന്ന വഴി കുട്ടേട്ടൻ്റെ ചായക്കട എന്ന് പറഞ്ഞൊരു ചായക്കട ഉണ്ട്. എൻ്റെ മക്കളെ അടിപൊളി ഉണ്ണിയപ്പം കേട്ടോ, ഒന്നും പറയാനില്ല. വലിയ റേറ്റൊന്നുമില്ല, ഒറ്റൊരു ഉണ്ണിയപ്പം കഴിച്ചാൽ മതി. ഈ തിരുനെല്ലി പോകുന്ന ആൾക്കാരൊക്കെ ആ കുട്ടേട്ടൻ്റെ ചായക്കടയിൽ നിർത്തി ചായയും ഉണ്ണിയപ്പവും ഒക്കെ കഴിച്ചിട്ട് തന്നെയാണ് പോവാറ്. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. ഇവിടെ ഫുള്ള് പട്ടാളങ്ങൾ ആണല്ലോ. ഭയങ്കര സ്നേഹപ്രകടനം. കുറച്ച് ദിവസം ഭയങ്കര സ്നേഹമായിരിക്കും, കുറച്ച് ദിവസം ഇടയ്ക്കിടയ്ക്ക് അടി കൂടും എല്ലാ മക്കളും. പിന്നെ ഞങ്ങൾ ആ ഭാഗം നോക്കില്ല, അവരടി കൂടും, അവരിണങ്ങും പിണങ്ങും എല്ലാം ചെയ്യും. പിന്നെ കണ്ടോ ചൂട് പറക്കുന്ന നൂൽപുട്ടും ഗ്രീൻ പീസ് കറിയൊക്കെ അമ്മ ഉണ്ടാക്കി. അമ്മ മാത്രമല്ല കേട്ടോ, ചേച്ചി അനിയത്തിയൊക്കെ ഹെൽപ്പ് ചെയ്യും. ഞാൻ ലേശം മടിച്ചാണ്, അവരെ കൂടെ കൂടുമ്പോൾ ഞാൻ ഇച്ചിരി മടിച്ചാണ്. അപ്പോൾ ഞങ്ങൾ നൂൽപുട്ടും പിന്നെ ഗ്രീൻ പീസ് കറിയൊക്കെ ആയിരുന്നു രാവിലെ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും കൂടി വല്ലപ്പോഴും ഇങ്ങനെ കൂടുള്ളൂ കേട്ടോ. അതൊരു ഭയങ്കര രസം, മക്കൾക്കും ഭയങ്കര സന്തോഷമാണ്, നമുക്കും സന്തോഷമാണ്. ഇതാണ് ഞങ്ങളുടെ അനിയൻ, 3 പെൺകുട്ടികളുടെ ഇടയിലുള്ള അനിയനാണ്. അവനങ്ങനെ കാണാനൊന്നും കിട്ടില്ല, അവനിങ്ങനെ ബൈക്കെടുത്ത് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ പോവുമായിരിക്കും. അപ്പോൾ ബൈക്ക് സ്റ്റാർട്ടാവുന്നില്ല, അപ്പോൾ അതിൽ ദേഷ്യമൊക്കെ പിടിച്ചിട്ട് അങ്ങനെ പോവുകയാണ് അവൻ. പിന്നെ ഞങ്ങളന്ന് ഉച്ചയ്ക്ക് ഫ്രൈഡ് റൈസും ഒക്കെ ഉണ്ടാക്കി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ എനിക്കിഷ്ടം കേട്ടോ. അങ്ങനെ അത് ഞാനുണ്ടാക്കി. എൻ്റെ കൂടെ ചേച്ചീൻ്റെ ഹസ്ബൻഡ് ഉണ്ട്, പിന്നെ ഏട്ടനും ഭയങ്കര ഹെൽപ്പ് ചെയ്തു. പിന്നെ ചക്ക ഇഷ്ടമുള്ള കുറേ ടീമുണ്ട്, അവർ ചക്ക ഇതാക്കി തിന്ന്. എനിക്ക് ചക്ക ആരെയും പൊളിച്ച് തന്നാൽ മാത്രമേ ഞാൻ തിന്നുള്ളൂ. പിന്നെ ഫുഡൊക്കെ അടിച്ച് അങ്ങനെ എല്ലാവരും നല്ല ഉച്ചമയക്കത്തിലാണ്. ഉച്ചമയക്കം കഴിഞ്ഞ് ഞങ്ങൾ മൂത്തമ്മേൻ്റെ വീട്ടിൽ പോകാം കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ കുപ്പാടത്തിൽ വണ്ടി നിർത്തിയപ്പോൾ ഇതൊക്കെ ഞങ്ങൾ പൈലച്ചേട്ടയൊക്കെ ഞങ്ങൾ ചെറുപ്പത്തിൽ കണ്ട ചേട്ടന്മാരൊക്കെ കേട്ടോ. അപ്പോൾ അവരൊക്കെ ഞങ്ങളെ കണ്ടിട്ട് നിങ്ങളെല്ലാവരും എങ്ങനെ ഒപ്പരം വന്ന് മക്കളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ ചെറുപ്പത്തിലേ കണ്ട ആൾക്കാരാണ് അവരൊക്കെ. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കണ്ടപ്പോൾ. പിന്നെ ഞങ്ങൾ മൂത്തമ്മയ്ക്ക് വയ്യായിരുന്നു, മൂത്തമ്മയ്ക്ക് അറ്റാക്ക് വന്നിട്ട് മൂത്തമ്മനെ ഞങ്ങളെല്ലാവരും കൂടി വന്ന സ്ഥിതിക്ക് മൂത്തമ്മനെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് ഓർത്തിട്ട് പോയി. അവിടെ ചെന്നപ്പം പട്ടി പൂച്ച എല്ലാം ഉണ്ട്. അപ്പോൾ എൻ്റെ മോക്കും ചെറിയ മോക്കൊക്കെ ഇതുങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവരെയൊക്കെ സ്നേഹിക്കുകയാണ് ആദ്യം തന്നെ നിന്നിട്ട്. പിന്നെ പട്ടീനെയും പൂച്ചേനെയൊക്കെ ഭയങ്കര സ്നേഹത്തലോടലൊക്കെയാണ്. പിന്നെ പോകുന്ന വഴിക്ക് പള്ളിക്കുന്നിൽ അവിടെ ഒരു അമ്പലമല്ല പള്ളിയുണ്ട് കേട്ടോ. ആ പള്ളിയിൽ ഞങ്ങൾ കയറി, എല്ലാവരും കയറി പ്രാർത്ഥിച്ചു. നല്ലൊരു പള്ളി, പിന്നെ പള്ളിക്കുന്ന് പള്ളി എന്ന് പറയും. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ അവിടെ പോയിട്ടുണ്ട്, പള്ളിക്കുന്ന് പെരുന്നാളിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ വലുതായപ്പോൾ ഇപ്പോഴാണ് പോകുന്നത്. കണ്ടോ ഞങ്ങളെ മൂത്തച്ഛനെ സാക്ഷാൽ വീരപ്പനാണ് ഞങ്ങളുടെ മൂത്തച്ഛൻ. ഞങ്ങളുടെ മൂത്തച്ഛൻ വീരപ്പനെ പോലെ വലിയ മീശയൊക്കെ വെച്ചിട്ടായിരുന്നു. ഇപ്പം ഇല്ല കേട്ടോ, മൂത്തച്ഛൻ മരിച്ചുപോയി. പിന്നെ മൂത്തമ്മേനെ കണ്ടു, മൂത്തമ്മേൻ്റെ അടുത്ത് ചായയൊക്കെ കുടിച്ചു. മൂത്തമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി ഞങ്ങളെല്ലാവരും വന്നതുകൊണ്ട്. മൂത്തമ്മയ്ക്ക് ഭയങ്കര മക്കളെ ചെറുപ്പം തൊട്ടേ മൂത്തമ്മ ഞങ്ങളെ കാണാൻ വരുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ കടലമുട്ടായും ലഡു മിച്ചറൊക്കെ കൊണ്ടു തരികയായിരുന്നു. പിന്നെ ഞങ്ങളെ പതിവ് ഫോട്ടോഷൂട്ട് ഇത് ഞങ്ങൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത സംഭവമാണ്. പിറ്റേ ദിവസം ഇതാ ഓരോരുത്തരായി പോയിക്കൊണ്ടിരിക്കുക. ഇത് ലൈവായി കാണട്ടെ എന്ന് ഓർത്ത് ഇനി അടുത്ത വർഷത്തേക്ക് കാത്തിരിപ്പ്.